اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك، ولك الشكر على ما أنعمت علي من نعم بفضلك وجودك وكرمك، وأنك سهلت لعبادك المتقين إلى مرضاتك سبيلا، وأوضحت طريق الهداية، وجعلت اتباع الرسول عليها دليلا. وأشهد أن لا إله إلا أنت وحدك لا شريك لك، وأشهد أن محمدا عبدك ورسولك الصادق المصدوق الذي لا ينطق عن الهوى إن هو إلا وحي يوحى. اللهم صل صلاة وسلاما على رسولك وعلى آله وصحبه الطيبين الطاهرين الغر الميامين وسلم تسليما كثيرا. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ولو بسط الله الرزق لعباده لبغوا في الأرض ولكن ينزل بقدر ما يشاء إنه بعباده خبير بصير. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസിനികളെ, റബ്ബുൽ ആലമീനായ അല്ലാഹുവെ അനുസരിച്ച് അവന്റെ കൽപ്പനകൾക്ക് കീഴടങ്ങി പരമാവധി മുത്തഖികളായി ജീവിച്ചു മരിക്കാൻ ശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ശിഷ്യൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നൽകിയ വിലപ്പെട്ട 5 വസിയത്തുകളിൽ ഒരു വസിയത്തിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മനസ്സിലാക്കുകയുണ്ടായി. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസിയത്ത് ഇത്തഖൽ മഹാരിം, ഹറാമുകളെ സൂക്ഷിക്കുക. എന്നാൽ തകുൻ അഅബദൻ നാസ്, ജനങ്ങളിൽ അല്ലാഹുവെ പേടിയുള്ള നല്ല ഏറ്റവും വലിയ ഭക്തനായി തീരും. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയ്ക്ക് നൽകിയ ഉപദേശം, വസിയത്ത് വർദ ബിമാ ഖസമല്ലാഹു ലക്, അല്ലാഹു നിങ്ങൾക്ക് വീതിച്ചു നൽകിയതിൽ തൃപ്തിപ്പെടുക. എന്നാൽ തകുൻ അഗ്നൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും സമ്പന്നനായി തീരും, പണക്കാരനായി തീരും. പ്രിയപ്പെട്ടവരെ, സമ്പത്ത് ഇഷ്ടപ്പെടാത്ത, ധനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മിൽ? ദിനേന എല്ലാവരും രാജ്യത്തെ ഏറ്റവും വലിയ പണക്കാരന്മാർ, സമ്പന്നന്മാർ ആകാനാണ് കോർപ്പറേറ്റ് ഭീകരന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു എമൗണ്ട് ബാങ്ക് ബാലൻസ്, നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ്, യഥേഷ്ടം സഞ്ചരിക്കാൻ, യാത്ര ചെയ്യാൻ ലക്ഷറി കാറുകൾ, ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഉള്ളവരൊക്കെയാണ് നമ്മൾ കോടീശ്വരന്മാരെന്ന് പൊതുവെ പറയുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് പണക്കാരൻ? ബിശ്ർ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കിൽ അൽ ഗനിയ്യു ഹുവൽ ഖനൂ എന്ന, യഥാർത്ഥ ധനികൻ എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ സംതൃപ്തിപ്പെടുന്ന ആളാണ്. ഔസ് ബിൻ ഹാരിസ പറഞ്ഞ മറ്റൊരു വാക്കിൽ ഖൈറുൽ ഗിന അൽ ഖനാഅ, ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളത് എത്രയായാലും അതിൽ സംതൃപ്തിപ്പെടുക എന്നതാണ്. ബശറുൽ ഫഖർ അദ്ദറാഅ, ദാരിദ്ര്യത്തിന്റെ ഏറ്റവും ദുഷിച്ച വശം അദ്ദറാഅ, ആളുകളോട് താഴ്മയോട് ഇങ്ങനെ ഇരക്കുകയാണ് എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അറബിയിൽ ഒരു പ്രശസ്തമായ ഒരു വാക്കുണ്ട്, അൽ ഖനാഅത്തു കൻസുൽ ലാ യുഫ്ന, ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത നിധിയാണ്. കൻസ് എന്ന് പറഞ്ഞാൽ നിധിയാണ്, ഒരിക്കലും അതിന് നാശം സംഭവിക്കുകയില്ല എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലേ? ചില ആളുകളുണ്ട് അവർക്ക് സമ്പത്തില്ലാതെ ഒരിക്കലും അവരുടെ ഈമാൻ ശരിയാവില്ല. അവർക്കെങ്ങാനും ദാരിദ്ര്യം ഉണ്ടായാൽ അവന്റെ നില വളരെ മോശമായി പോകും. എന്നാൽ ചില ആളുകളുണ്ട് അവർക്ക് ദാരിദ്ര്യം കൂടിയേ തീരും. അവരെങ്ങാനും അവർക്ക് സമ്പത്ത് കൈവന്നാൽ
അവന്റെ ജീവിതം വല്ലാത്ത പ്രയാസത്തിലാകും. അവന്റെ പരലോകവും ദുനിയാവും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലെത്തും. ചില ആളുകൾക്ക് ഈമാൻ ഉണ്ടാകണമെങ്കിൽ ആരോഗ്യം കൂടിയേ തീരും. ആരോഗ്യം ശരീരത്തുണ്ടെങ്കിൽ അവർക്ക് ഈമാൻ ഉണ്ടാകും. അവർക്ക് എങ്ങാനും രോഗം കൊടുത്താൽ, അള്ളാഹു കൊടുത്താൽ അവരുടെ ഈമാൻ ഫസാദായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ചില ആളുകൾക്ക് രോഗമേ ചിലപ്പോൾ പറ്റുകയുള്ളൂ. കാരണം രോഗം കൊണ്ട് മാത്രമേ അവന്റെ ഈമാൻ ശരിയാവുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്ക് ആരോഗ്യം അല്ലാഹു കൊടുത്താൽ അവന്റെ ഈമാൻ ഫസാദായി പോകും. എത്രയെത്ര കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. നോക്ക് നിങ്ങൾ, ഇങ്ങനെയാണ് അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ സംവിധാനിച്ചിരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട്, ഒരു പക്ഷേ അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും, നിങ്ങൾക്കതറിയില്ല. സൂറത്തുൽ ബഖറയിലെ 216-ാമത്തെ ആയത്തിൽ. അതുകൊണ്ട് പണ്ഡിതന്മാർ നമ്മോട് പറഞ്ഞത് അള്ളാഹു നിന്നെ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും അതിലെല്ലാം നീ തൃപ്തിപ്പെടുക. നമുക്കറിയില്ല ഇതുവരെ നമ്മളെ കൊണ്ട് എന്താ ചെയ്യുന്ന കാര്യം. ഇനി നാളെ അടുത്ത സമയം റബ്ബ് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ വിചാരിച്ചു എന്ന് നമുക്കറിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ, അല്ലേ? എന്നിട്ട് നീ ചോദിച്ചിട്ട് നിനക്ക് അല്ലാഹു ചിലത് തരാതിരുന്നിട്ടുണ്ട്. അത് നിനക്ക് തരാൻ വേണ്ടി മാത്രമാണ് അല്ലാഹു നിനക്ക് മാറ്റിവെച്ചത്. ചില പരീക്ഷണങ്ങൾ അല്ലാഹു നിനക്ക് നൽകിയത്, നിന്റെ പരീക്ഷണം അത് നിനക്ക് നൽകിയത് നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. നിനക്ക് എന്തെങ്കിലും രോഗം അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ അത് ശിഫ നൽകാൻ വേണ്ടി മാത്രമാണ് അല്ലാഹു രോഗം തന്നത്. നിന്നെ അല്ലാഹു മരിപ്പിക്കുന്നെങ്കിൽ ജീവിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാഹു നിന്നെ മരിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിൽ നിന്നുള്ള തൃപ്തി നീ അതിൽ നിന്ന് വിട്ടുപോകാതെ നീ സൂക്ഷിക്കണേ. കണ്ണടച്ച് തുറക്കുന്ന നിമിഷം എത്ര സെക്കൻഡ്, മൈന്യൂട്ട് സെക്കൻഡ് അല്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ദുആ ചെയ്യണം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ജീവിച്ചിരിക്കുന്നവനെ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, എല്ലാം നിയന്ത്രിക്കുന്ന നാഥ, അസ്തഗീസ് ഞാൻ സഹായം തേടുകയാണ്. അസ്ലിഹ്ലി ശഅനിയ കുല്ല, എന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു നന്നാക്കണേ. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ഒരു കണ്ണടച്ച് തുറക്കുന്ന നിമിഷത്തേക്കെങ്കിലും എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ല അല്ലാഹ്. ഒരു വിശ്വാസി രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹിന്റെ തൃപ്തിയിൽ നിന്നും മാറി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം, റബ്ബിന്റെ നോട്ടത്തിൽ നിന്നും മാറി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം സാധ്യമാണോ എന്റെ പ്രിയപ്പെട്ടവരെ? വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, നാം എത്ര കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കിയാലും അള്ളാഹു നമുക്ക് കണക്കാക്കിയതിനപ്പുറത്ത് ഒരു 10 പൈസ പോലും നമുക്ക് നേടാൻ കഴിയും. ദുനിയാവിൽ റബ്ബ് നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്, അതിനൊരു 10 പൈസ അധികം പോലും നമുക്ക് സമ്പാദിക്കാൻ കഴിയും. നോക്ക് നിങ്ങൾ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വലിയ മുതലാളിയായിരുന്നല്ലോ ഖാറൂൻ, അല്ലേ? അയാൾ ഏറ്റവും നല്ല മുന്തിയ വിലപിടിപ്പുള്ള വസ്ത്രമിട്ട് ജനങ്ങൾക്കിടയിൽ കിബിർ നടിച്ച അഹങ്കാരത്തോടെ നടക്കുമ്പോൾ ജനങ്ങൾ നൽകിയ 4 ഉപദേശങ്ങൾ, 2 പ്രധാനപ്പെട്ട ഉപദേശമുണ്ട്. അള്ളാഹു നിനക്ക് നൽകിയ സമ്പത്തിലൂടെ നീ പരലോകത്തെയാണ് ആഗ്രഹിക്കേണ്ടത്. രണ്ടാമത്തത് ദുനിയാവിലുള്ള നിന്റെ ഓഹരി അത് നീ മറന്നു പോകരുത്. സൂറത്തുൽ ഖസസിലെ 77-ാമത്തെ ആയത്തില് അല്ലാഹു നമുക്ക് നൽകിയ സമ്പത്തിലൂടെ ദുനിയാവല്ല ആഗ്രഹിക്കേണ്ടത്, പരലോകമാണ്. രണ്ടാമത് പറഞ്ഞത് ദുനിയാവിൽ നിനക്കൊരു വിഹിതം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്, ഓഹരി, അത് നീ മറന്നു പോകരുത് എന്ന് പറഞ്ഞാൽ അല്ലാഹു നിനക്ക് നിശ്ചയിച്ചതേ, തീരുമാനിച്ചതേ നിനക്ക് കിട്ടുകയുള്ളൂ. അവിടെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ സമ്പത്തിനെ കുറിച്ച്, നമ്മുടെ മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ സമ്പത്ത് നൂർത്തടിക്കുമ്പോൾ അല്ലെങ്കിൽ പാഴാക്കി കളയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഞാൻ ഉണ്ടാക്കി വിയർപ്പ് ഊറ്റിയില്ലേ, രക്തം ഊറ്റി വിയർപ്പ് ഞാൻ ഉണ്ടാക്കിയ എന്റെ സമ്പത്ത്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, എന്താണ് നമ്മൾ അതുകൊണ്ട് നേടിയത്? പ്രിയപ്പെട്ടവരെ, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരാൾ പറയും മാലി മാലി, എന്റെ പൈസ, ഞാൻ നേടിയത്, ഞാൻ സമ്പാദിച്ചത്, ഞാൻ ഉണ്ടാക്കിയത്. എത്ര പൈസ ഞാൻ ദൂർത്തടിച്ചു കളഞ്ഞോ, വെറുതെ കളഞ്ഞോ എന്ന് മനുഷ്യൻ പറയും. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, എന്താണ് ഇവൻ ഇങ്ങനെ സമ്പത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്? ആകെ 3 കാര്യങ്ങളല്ലേ സമ്പത്ത് കൊണ്ടവൻ നേടിയിട്ടുള്ളൂ. ഇന്ന് രാവിലെ നാസ്ത കഴിച്ചു, അത് കഴിഞ്ഞു, തിന്നു കഴിഞ്ഞു. ഒരു ഡ്രസ് എടുത്തു,
കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അത് ദ്രവിച്ചുപോയി, പഴകിപ്പോയി, കീറിപ്പോയി. ഔ തസദ്ദഖ, അല്ലെങ്കിൽ സദഖ ചെയ്തു, അത് കഴിഞ്ഞു പോയി. വമാ സിവാ ദാലിക ഫദാഹിബുൻ വതാരികുഹു ലിന്നാസ്, അതല്ലാത്ത എല്ലാം നശിക്കും. മരിച്ചു പോകുമ്പോൾ ആളുകൾക്ക് വിട്ടുപോവുകയല്ലേ ചെയ്യുക എന്ന്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. മഴയത്ത് ചോരാതെ കേറി കിടക്കാൻ ഒരിടം, യാത്ര ചെയ്യാൻ അത്യാവശ്യമുള്ള വാഹനവും ഉണ്ടായിട്ടും അയൽക്കാരന്റെ ലക്ഷറി കാർ, അവന്റെ വീടിന്റെ സൗകര്യം, കൊല്ലത്തിൽ എക്സ്ചേഞ്ച് ചെയ്ത് അപ്പപ്പോൾ ലേറ്റസ്റ്റ് ആയി ഇറങ്ങുന്ന വാഹനങ്ങൾ വാങ്ങുന്നവരെ നോക്കി, നമ്മുടെ ചെറിയ വാഹനത്തിൽ ഇരിക്കുമ്പോഴും നമ്മൾ മറ്റവന്റെ വാഹനത്തിലേക്ക് നോക്കി നെടുവീർപ്പിടുക. ഓ, ജീവിക്കണമെങ്കിൽ അവനെ പോലെ ജീവിക്കണം നമ്മൾ ഇങ്ങനെ പറയും. നമുക്ക് തന്ന അനുഗ്രഹത്തെ നമ്മൾ എത്ര ചെറുതായി കാണാണ്. നമ്മുടെ വണ്ടി ആയിക്കോട്ടെ, അത് പഴയതായാലും എത്ര ഓൾഡായാലും അത് നമുക്ക് വലിയ മെഴ്സിഡസ് തന്നെയല്ലേ. എന്തുകൊണ്ട് നമുക്ക് ആ ചിന്ത വരുന്നില്ല? അല്ലേ? വളരെ ഇവിടെ നോക്കി അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമ്മെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ താഴേക്കിടയിലുള്ളവരിലേക്ക് നോക്കണേ, നിങ്ങൾക്ക് മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കല്ലേ. എന്തുകൊണ്ട് നോക്കണ്ടെന്ന് പറഞ്ഞത്? ഇപ്പം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ചെറുതായി തോന്നുകയും അള്ളാഹുവോട് നിങ്ങൾ നന്ദികേട് കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ സൂക്ഷ്മതയോടെ ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമ്മൾ ശീലിക്കാം. ചില ആളുകൾ പറയാം അതിന്റെ ആനത്തായി പോയി. ആ ആനത്ത് എന്താ? അള്ളാഹ് ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ പൈസ ചെലവഴിച്ചിട്ട് അതിന് ആനത്തെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവില്ല? പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായി ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളിൽ ഏറ്റവും സൂക്ഷ്മതാ ബോധമുള്ളവനായാൽ, ജനങ്ങളിൽ ഏറ്റവും ഭക്തിയുള്ള തഖ്വയുള്ള ആളായി നീ തീരും. ഉള്ളത് കൊണ്ട് നീ സംതൃപ്തിപ്പെട്ടാൽ ജനങ്ങളിൽ ഏറ്റവും അല്ലാഹുവോട് നന്ദി കാണിക്കുന്നവനായി തീരുന്നു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നോക്കി, ഇനി പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിക്കണേ, ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ എന്തൊക്കെ വേണം? ഒന്ന് ശരിക്കും കാത് കൊടുക്കണേ, ചെവി കൊടുത്ത് കേൾക്കണേ. ഇനി ചിന്തിക്കും. നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങളെ പറ്റി പോരാ എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ വാക്കൊന്ന് കേട്ടുപോക്കി. അടിസ്ഥാന ആവശ്യം നമുക്ക് എന്തൊക്കെ വേണം? റസൂൽ പറഞ്ഞു, 4 കാര്യങ്ങളാണ് സൗഭാഗ്യം എന്ന് വരുന്ന വാക്യം. അവനാണ് ഏറ്റവും നല്ല ഭാഗ്യവാൻ. ഒന്ന് റസൂൽ പറഞ്ഞാൽ മർഅത്തു സ്വാലിഹ, നല്ലൊരു ഭാര്യ ഉണ്ടാകുക. പണ്ഡിതന്മാർ വിശദീകരിച്ചു, നിന്നെ ദീനിന്റെ കാര്യത്തിൽ നിന്നെ സഹായിക്കുന്ന ഭാര്യ, ദീനിൽ നിന്നും നിന്നെ പിറകോട്ട് വലിക്കുന്ന ഭാര്യയല്ല. ദീനിന്റെ കാര്യത്തിൽ എന്ത് പ്രയാസം സഹിച്ചാലും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഭാര്യ. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വൽ മസ്കനുൽ വാസിഅ, അത് കാലിങ്ങനെ കിടക്കുമ്പോൾ കാൽ അവിടെ ചെന്ന് മുട്ടാത്ത രീതിയിൽ, ഞെരുങ്ങാത്ത രീതിയിൽ വിശാലമായ ഒരു വീട്. അത്രേ ഉള്ളൂ. മണിമാളിക ബംഗ്ലാവ് എന്ന് പറഞ്ഞ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി കിടക്കാൻ അവിടെ സൗകര്യമുള്ളൊരു വീട്. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വൽ ജാറുസ് സാലിഹ്, നല്ലൊരു അയൽക്കാരൻ, എന്തിനും ഏതിനും ഓടിയെത്തുന്ന തന്റെ അയൽക്കാരൻ. നാലാമതായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വൽ മർകബുൽ ഹനീ, നല്ലൊരു വാഹനം, സൗകര്യമുള്ള വാഹനം. ഇതാണ് നമുക്ക് ദുനിയാവിൽ ജീവിക്കാനുള്ളത്. ഇനി ഒന്നല്ല, ആർഭാടങ്ങളല്ല, മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. പക്ഷെ അത്യാവശ്യം ഫാമിലിയുമായി നമുക്ക് യാത്ര പോകാൻ നല്ലൊരു വാഹനം ഉണ്ടായിട്ടും വർഷത്തിൽ ഇടയ്ക്കിടെ എക്സ്ചേഞ്ച് ചെയ്ത് ദൂർത്തടിക്കുന്നത്, അത് ലാവിഷാക്കുന്നത്, അതിനുവേണ്ടി ആവശ്യമില്ലാതെ കടം വാങ്ങിക്കൂട്ടുന്നത് അള്ളാഹു ചോദ്യം ചെയ്യുമെന്ന ബോധം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തിൽ ഈ പറയുമ്പോൾ കടം വലിയ വിഷയമാണ്. കടത്തെ പറ്റി ചിന്തിക്കണേ. ഒരു രൂപയായാൽ പോലും, കാരണം ഷഹീദിന് അള്ളാഹു എല്ലാം മാപ്പാക്കും. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹാദത്ത് വരിച്ച അള്ളാഹ് എല്ലാം മാപ്പാക്കും. പക്ഷെ കടം മാത്രം മാപ്പാക്കില്ല. ലൈഫ് കളറാക്കാൻ വേണ്ടി ആവശ്യമില്ലാതെ കടം വാങ്ങി അത് വീട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ മരിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂൽ മാറി നിന്നിട്ടുണ്ട്. നിഷേധിക്കാൻ കഴിയോ? ഹദീസ് നിങ്ങൾ പഠിച്ചു നോക്കി. അള്ളാഹുവിന്റെ റസൂല് മാറി നിന്നിട്ട് നമസ്കരിക്കാൻ ആരോ ഒരാള് ഞാൻ ഏറ്റെടുക്കാം, അയാളുടെ കടം ഞാൻ വീടാമെന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിച്ചത്. ഗൗരവം നമ്മളത് ഓർക്കണം. ചെറിയ കാര്യമില്ല. അതിനപ്പുറം ദുനിയാവില്
നമ്മൾ മരിച്ചുപോയാൽ നമ്മുടെ കുടുംബം, ആളുകൾ നമ്മുടെ കുടുംബത്തെ പറയില്ലേ, മക്കളെ പറയില്ലേ? പറയും. ഉണ്ടാത്ത അപമാനം അതാണ്. വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കും. ഇനി നോക്കാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവ് മൊത്തം മുഴുവൻ സ്വന്തമാക്കിയ രാജാവ് ആരാണെന്നറിയോ? ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ദുനിയാവിലെ ഏറ്റവും വലിയ രാജാവ്, പണക്കാരൻ, ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്നാണ് റസൂൽ പറഞ്ഞത്. നോക്ക്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർരി. സ്വന്തം കുടുംബത്തിലെ ആരെയും പേടിക്കാതെ കഴിയുന്ന അവസ്ഥ ഉണ്ടാകും. ആരെ മുന്നിലും തല കുനിക്കാതെ തല ഉയർത്തിപ്പിടിച്ച് അന്തസ്സോടെ നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരാൾക്കുണ്ടാകും. മനസ്സിലാവും നിങ്ങൾക്ക്? രണ്ടാമത്തെ കാര്യം, ശരീരത്തിന് നല്ല ആഫിയത്തുണ്ട്. ചെറിയ രോഗങ്ങളൊന്നും ഇല്ലെങ്കിലും, ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുടുംബത്തെ പോറ്റാൻ തനിക്ക് നല്ല റാഹത്തുണ്ടാകും, ആരോഗ്യമുണ്ടാകും. മൂന്നാമതായി അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇൻദഹു ഖൂത്ത് യൗമി, അന്നേക്കുള്ള ചെലവിലുള്ള വക കണ്ടെത്തുന്നവനാണ്. ഫകഅന്നമാ ഹിസത്തുൽ ദുനിയാ ബിഹദാഫിലിഹ, ദുനിയാവ് മുഴുവൻ സ്വന്തമാക്കിയവൻ. ദുനിയാവ് മുഴുവൻ സ്വന്തമാക്കാൻ ആർക്കെങ്കിലും കഴിയില്ല. പക്ഷെ ഈ മൂന്ന് കാര്യങ്ങളുള്ളവൻ അല്ലേ? നോക്ക്, കുടുംബത്തില് സാമ്പത്തിക ബന്ധത്തിന്റെ പേരിൽ, സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ, ശാരീരിക ബാധ്യതയുടെ പേരിൽ ഒരാളെയും ഭയപ്പെടാതെ അന്തസ്സോടെ തലയുയർത്തി പിടിച്ച് നടക്കാനുണ്ടാകുന്ന ഒരു സാഹചര്യം, ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകുക, നയിച്ചു തിന്നാൻ, അധ്വാനിച്ചു തിന്നാൻ, അന്നേക്കുള്ള ചിലവിനുകൾ, നാളെയല്ല അന്നേക്കുള്ള ചിലവിനുള്ള വക കണ്ടെത്തിയാൽ അവനാണ് ദുനിയാവ് മുഴുവൻ അടക്കി മരിക്കുന്നവൻ, സ്വന്തമാക്കിയെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക, ഇതിനപ്പുറം ഇനി എന്താണ് നമുക്ക് ദുനിയാവിൽ വേണ്ടത്? ഇതിനപ്പുറം ദുനിയാവിൽ നമുക്ക് ഇനി എന്താ വേണ്ടത്? ചിന്തിക്കുക. ഈ പറഞ്ഞതിനേക്കാൾ എത്രയോ കൂടുതലല്ലേ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖങ്ങൾ? അല്ലേ അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അവിടെയാണ് നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടത്. ഇനി ചില കാര്യങ്ങൾ ആരെ കണ്ടാലും ദാരിദ്ര്യം, കഷ്ടപ്പാട് പറയുന്ന ചില ആളുകളുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഇല്ല 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 എന്ന പാട്ട് പാടി നടക്കുന്ന ചില ആളുകളുണ്ട്. അവര് കേൾക്കാനോ പറയുന്നത്? നോക്ക്, ദാരിദ്ര്യമാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ, അല്ലേ, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ലോകത്ത് 1 ബില്യൺ ജനങ്ങൾ താമസിക്കുന്നുണ്ട്. ദാരിദ്ര്യ രേഖയ്ക്ക് അടിസ്ഥാനപരമായ ഭക്ഷണങ്ങളൊന്നും ഇല്ലാതെ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അവർ സമ്പാദിക്കുന്നത് ഒരു 370 ഉറുപ്പ്യക്ക് താഴെ 1 ബില്യൺ ആളുകൾ അത് സമ്പാദിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്, അല്ലേ? മതിയായ ഭക്ഷണങ്ങൾ ഇല്ലാതെ അതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ലോകത്ത് ജീവിക്കുന്നവരുണ്ട്, അല്ലേ? പട്ടിണി കിടന്ന് മാത്രം 30,000 കുട്ടികൾ ഒരു ദിവസം മരിക്കുന്നുണ്ട്. ഒരു ദിവസം 30,000 കുട്ടികൾ ലോകത്ത് മരിക്കുന്നുണ്ട്. ഒരു ഗൗരവമായി നമ്മൾ ചിന്തിക്കുക. മതിയായ കുടിവെള്ളം പോലും കിട്ടാതെ മരിക്കുന്നവർ എത്ര മില്യൺ കണക്കിന് ആളുകളുണ്ട് ലോകത്ത്, അല്ലേ? എന്നും രോഗം, എന്നും അസുഖം, എത്ര ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ശരിയാകുന്നില്ല എന്ന് പരാതി പറയുന്നവരെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കാം. നമ്മുടെ ചുറ്റും 350 മില്യൺ ഷുഗർ രോഗികളുണ്ട്. 350 മില്യൺ ഷുഗർ രോഗികളുണ്ട്. അതില് ഇന്ത്യയിൽ, ചൈനയിൽ മാത്രം 140 മില്യൺ ആളുകൾ, ഏകദേശം 30 മില്യണോളം മൊറോക്കയിലുണ്ട്. അതുപോലെ ലിവർ പേഷ്യന്റ് ആയി നടക്കുന്ന ആളുകൾ 500 മില്യൺ ഉണ്ട് ലോകത്ത്. കരൾ രോഗവുമായി ബന്ധപ്പെട്ട് ലോകത്ത് ജീവിക്കുന്നുണ്ട് 500 മില്യൺ, അല്ലേ? അതുപോലെ തന്നെ മെമ്മറി പവർ നഷ്ടപ്പെട്ട് അൽഷിമേഴ്സ് രോഗം പിടിച്ച്, മറവി രോഗം പിടിച്ചിട്ട് പ്രയാസപ്പെടുന്ന 25 മില്യൺ ആളുകളുണ്ട്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ടെൻഷൻ, ഹൈപ്പർ ടെൻഷൻ, മാനസിക രോഗത്താൽ കഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. അത് 1 ബില്യൺ ആളുകളുണ്ട് ലോകത്ത്. പ്രത്യേകിച്ച് ചൈനയില് ഒരു പ്രത്യേക കോഫി ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഈ പ്രയാസപ്പെടുന്നവർക്ക്, മാനസിക പ്രശ്നങ്ങളുള്ളവർക്ക് അവിടെ ചെന്നിരുന്ന് കരഞ്ഞു തീർക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ കോഫി ഷോപ്പ്. വീടിന് സൗകര്യം പോരാ, ഫർണിച്ചർ, വീട് സാധനങ്ങൾ പോരാ, മതിയാകുന്നില്ല എന്ന് പറഞ്ഞ് പ്രയാസപ്പെടുന്നവർ ആലോചിച്ച് നോക്ക്. കറണ്ട് ഇല്ലാതെ ഇന്ത്യ രാജ്യത്തിന് എത്ര ആളുകൾ ജീവിക്കുന്നുണ്ട്? കറണ്ട് ഇല്ലാതെ, അടിസ്ഥാന സൗകര്യമില്ലാതെ. ആലോചിച്ച് നോക്ക്, അല്ലേ? ഇന്ത്യയിലെ ജനങ്ങളിൽ പകുതിയിലധികം പേര് ബാത്റൂം പോലും ഇല്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ടെന്ന് ഗൗരവമായി. എന്റെ പ്രിയപ്പെട്ട, എന്തിനേയും കണക്ക് പറഞ്ഞത്? ഇത്രയും പോരെ അള്ളാഹു നമുക്ക് തന്നതിൽ തൃപ്തിപ്പെടാൻ? ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് എത്ര പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്? ഒന്ന് ആലോചിച്ചു, എത്ര പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് നമുക്ക് ചുറ്റും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ കാണുമ്പോ ഈമാനുള്ള ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്നും വരേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. പരീക്ഷണങ്ങൾ നമ്മളെ എല്ലാ തരത്തിലും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ.
വല്ലാതെ കഷ്ടപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, മൻ റആ മുബ്തലൻ, പരീക്ഷിക്കപ്പെട്ട ഒരാളെ കണ്ടാൽ നീ ഇങ്ങനെ പറയണം, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി. ഈ ദുആ പഠിച്ചു വെക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി. പരീക്ഷണത്തിന് വിധേയനാക്കിയ ആളെ കാണുമ്പോൾ പറയണം, നിന്നെ അല്ലാഹ് എന്തിലാണോ പരീക്ഷിച്ചത് അതിൽ നിന്നും എന്നെ പരീക്ഷിക്കാതിരുന്ന അല്ലാഹുവിന്റെ സ്തുതി. വഫദ്ദലനി അലാ കതീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല. അല്ലാഹുവിന്റെ കോടാനുകോടി സൃഷ്ടികളിൽ എനിക്ക് മാത്രം പ്രത്യേകത നൽകിയ അല്ലാഹ് നിനക്ക് സ്തുതി. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കപ്പെടുക. അങ്ങനെ ചെയ്യുന്നു. ആളുകളോട് സിമ്പതി, അവരോടൊരു പ്രയാസം, ഒരു സഹാനുഭൂതി എന്നതിലുപരിയായിട്ട് വിശ്വാസി നമ്മൾ പറയണം അങ്ങനെ. എന്ത്? താങ്കൾക്ക് വന്ന യുഗത്തിൽ നിന്നും എനിക്ക് അല്ലാഹ് സുഖം തന്ന അല്ലാഹ് നിനക്ക് സ്തുതി. ഇത്രയും കോടാനുകോടി ആളുകൾക്കിടയിൽ എന്നെ വേറെ ആയിട്ട് തിരഞ്ഞ് ഓരോരുത്തരെയും അല്ലാഹ് വേറെ വേറെ തന്നെയല്ലേ ആക്കിയെടുത്തത്. അതിന് അല്ലാഹ് നിനക്ക് സ്തുതി എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പറഞ്ഞാൽ ലം യുസിബുഹു ദാലികൽ ബലാ, അതാണ് ദുആ ചെയ്താലുള്ള കൂലി എന്ന് പറഞ്ഞാൽ ആ ബലാ അവനെ ബാധിക്കുകയില്ല. ആര് പറഞ്ഞു? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തന്നതിൽ തൃപ്തി അടയണം. അതാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. എങ്ങനെയാണ് തൃപ്തിപ്പെടേണ്ടത്? ഒരു പ്രയാസം ഉണ്ടായപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നിരാശപ്പെട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കുകയല്ല വേണ്ടത്. പിന്നെയോ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തണം. ഒരാൾ വിവാഹം കഴിച്ചു, അയാൾക്ക് മക്കളില്ല. വേറൊരാൾ നല്ല ആരോഗ്യമുണ്ടായെങ്കിൽ പെട്ടെന്ന് അയാൾക്ക് രോഗബാധിതനായി അയാൾ കിടപ്പിലായി പോയി. ചില ആള് നല്ല സമ്പത്തുണ്ടായിരുന്നു, പെട്ടെന്നൊരു പരീക്ഷണാർത്ഥം അയാൾ ദാരിദ്ര്യം ഉള്ളവനായി പോയി. എന്താ ചെയ്യേണ്ടത്? അതിനുള്ള മാർഗങ്ങൾ ആരായുക എന്നതാണ് അതിനുള്ള വേണ്ടി. എന്താണ് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരെ, സന്തോഷമുണ്ടാകുമ്പോഴും സന്താപമുണ്ടാകുമ്പോഴും അള്ളാന്റെ തൃപ്തിയിൽ എന്ത് ചെയ്യുക? തൃപ്തിപ്പെടുക എന്നതാണ്. അള്ളാഹു തനിക്ക് വിധിച്ചതെല്ലാം നല്ലതാണെന്ന് കരുതുക. അതാണ് അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ആരാണ്? നോക്ക്, നിങ്ങൾ പ്രയാസങ്ങളെ സിമ്പിളായി കാണണം എന്ന് പറഞ്ഞ രോഗം വന്നാൽ ചികിത്സിക്കേണ്ട എന്നല്ല പറഞ്ഞത്. പിന്നെ എന്ത് കാരണം? കൃത്യമായി അവൻ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനുള്ള വിശ്വാസം ശരിക്കുണ്ടാകണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലക്ഷക്കണക്കിന് ക്യാഷ് മുടക്കി ചികിത്സിച്ചിട്ട് ഫലമില്ല. നമ്മുടെ സമൂഹം എവിടെയാ പോകുന്നറിയോ? ഈ ശിർക്കിലേക്കും അന്ധവിശ്വാസത്തിലേക്ക് എങ്ങനെയാ പോകുന്നത്? ഇങ്ങനെ ചികിത്സിച്ച് കോടിക്കണക്കിന് രൂപ വെറുതെ നശിപ്പിച്ചിട്ട് അവസാനം ഇനി ചിന്തിക്കുന്ന ഇനി ഏതെങ്കിലും ബാവയെ കാണണം, ഏതെങ്കിലും ബീവിയെ കാണണം, ഏതെങ്കിലും തങ്ങളടുത്ത് പോയാൽ ശരിയാവും, ഏതെങ്കിലും ജാറത്തിനടുത്ത് പോയി ഒന്ന് തലമുമ്പിട്ട് അവരോട് സങ്കടം പറഞ്ഞാൽ എന്റെ പ്രയാസം മാറും എന്ന് ചിന്തിച്ച് ശിർക്ക് ചെയ്ത് കാലാകാലം നരകത്തിന്റെ അടുത്തിട്ടിലേക്ക് പോകാനല്ല പറയുന്നത്. മനസ്സിലാക്കി. അവിടെയാണ് അള്ളാന്റെ തൃപ്തി മാറി പിശാചിന്റെ പ്രവൃത്തിയിലേക്ക് പോകുന്നത്. ഇതിന് സങ്കടവും പ്രയാസം ഉണ്ടാവുമ്പോ ചെയ്താൻ പറയുമ്പോ ഇന്ന ജാറത്തിൽ പോയി അവിടെ നേർച്ച പൈസ ഇട്, അവരോട് ദുആ ചെയ്യും, നിന്റെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരും എന്ന് പറയുമ്പോൾ അത് ചെയ്യുന്നതോടുകൂടി അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പിക്കപ്പെട്ട ശിർക്ക് അവൻ ചെയ്യുന്നു. അതോടെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു, കാലാകാലം നരകത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. അല്ലേ? അംർ ഇബ്നു ഖൈസ് പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഈ വാക്ക് നമുക്ക് പറയാൻ പറ്റും. എനിക്ക് ഒരുപാട് മുസീബത്തുകൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാം അല്ലാഹു എളുപ്പമാക്കി തന്നു എന്നെന്റെ പ്രിയപ്പെട്ടവരെ എപ്പോഴും നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനൊരു വാക്ക്, അല്ലാഹ് എനിക്ക് ഒരുപാട് മുസീബത്ത് തന്നു, അത് നമ്മൾ പറയും. മുസീബത്ത് തന്നു എന്ന് പറയും, അതൊക്കെ എനിക്ക് എളുപ്പമാക്കി തന്നു എന്ന് നമ്മൾ പറയോ? നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാ ഓരോ പരീക്ഷണം വന്ന് നൽകുമ്പോഴും അല്ലാഹ് എന്നെ തൃപ്തിപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് നമ്മൾ പറയുമോ? ഗൗരവമായി ചിന്തിക്കും. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരം എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ഞാൻ വിഷയമാക്കുന്നില്ല. അള്ളാഹു എന്നിൽ എന്താണോ നടപ്പിലാക്കിയത് സംഭവിക്കുക തന്നെ ചെയ്യും. എന്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്തും സുതാര്യങ്ങളും സുഖ സൗകര്യങ്ങളും നമ്മളെപ്പോഴാ കൂടുതൽ നമ്മൾ സന്തോഷവാന്മാരായി കാണുന്നത്? പട്ടിണിയും പ്രയാസവും പരിവട്ടവും ഇല്ലാതിരിക്കുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ സന്തോഷം ഉണ്ടായി കാണുക. അപ്പൊ നമ്മൾ അല്ലാഹ് ശുക്ർ 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 അൽഹംദുലില്ലാഹ് 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 എന്ന് പറയും. മറിച്ച് കഷ്ടപ്പാടുണ്ടാകുമ്പോഴാണ് സന്തോഷമുണ്ടാകുന്നതിനേക്കാളും അള്ളാഹുവിനെ സ്തുതിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹദീസിൽ കൃത്യമായി അതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര ജോലി അന്വേഷിച്ചിട്ടും നല്ല ജോലി കിട്ടാതിരിക്കുമ്പോൾ, കയ്യിൽ ക്യാഷ് ഇല്ലാതിരിക്കുമ്പോൾ ഇപ്പൊ ചിന്തിക്കുന്ന ഒരവസ്ഥ എന്താ? പിന്നെ ഹറാം ഹലാല നോട്ടമില്ലാതെ എങ്ങനെയും സമ്പാദിക്കുന്ന ഒരവസ്ഥയിലേക്ക്
മാറിപ്പോകുന്ന. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ യഹ്മിലന്ന അഹദുക്കും ഇസ്തിബ്താഅ റിസ്ഖി, നിങ്ങൾക്ക് റിസ്ക് കിട്ടുന്നത് വൈകി പോകുന്നു എന്നതുകൊണ്ട് നിങ്ങളെ പ്രേരിപ്പിക്കരുത്. അല്ലാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിലൂടെ സമ്പാദിക്കാൻ കുറെ കാത്തിരുന്ന് നോക്കി, ഇല്ല റിസ്ക് കിട്ടുന്നില്ല. കുറെ കാത്തിരുന്ന് നോക്കി, ഇല്ല കിട്ടുന്നില്ല. ഇനിയിപ്പോ അത് നോക്കേണ്ട ആവശ്യമില്ല, ഹറാമാകട്ടെ ഹലാലാകട്ടെ ഇത് ചെയ്തു കളയാം എന്ന് വിചാരിക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ പറയും, അള്ളാഹുവിന്റെ ഖജനാവിലുള്ള നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹ് അനുസരിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അള്ളാഹ് തൃപ്തിപ്പെട്ട സമ്പത്ത് അവൻ നൽകണമെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കാതെ പറ്റും. ഇപ്പൊ അല്ലാതെ സമ്പത്തുണ്ട്, എല്ലാ സമ്പത്തും ഹറാമല്ലേ, അള്ളാഹ് തൃപ്തികരം നൽകുന്നതല്ലേ. അപ്പൊ എന്താണ്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണ് നമുക്ക് കിട്ടണമെങ്കിൽ ആ റബ്ബിനെ അനുസരിച്ച് അവൻ ഇബാദത്തെടുത്താലേ അള്ളാഹ് തൃപ്തിപ്പെട്ട സമ്പത്ത് അള്ളാഹ് നമുക്ക് തരൂ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേതാവിന്റെ അവസ്ഥ എന്താ? നമ്മളിപ്പോ കാർപ്പറ്റിലായിരിക്കുന്നത് അല്ലേ, സുഖ കേസിന്റെ കീഴിൽ ഫാനിന്റെ കീഴിൽ നമ്മൾ ഇരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങുമ്പോ പ്രവാചകൻ ഒരു ഈന്തപ്പന നാര് കൊണ്ടുണ്ടാക്കിയ പായയിൽ കിടക്കുന്നു. തലയിണയായി ഒരു ഈത്തപ്പന നാരുകൾ നിറച്ചൊരു തലയിണ വെച്ചുകൊണ്ട് കിടക്കുകയാണ്. നോക്കണം, മുസ്ലിം ലോകത്തിന്റെ ആചാര്യൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറുൽ ഖത്താബ് അങ്ങോട്ട് കടന്നു വരും. റസൂലിന്റെ കിടത്തം കണ്ട് അദ്ദേഹത്തിന് സഹിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത്, എനിക്ക് കരച്ചിൽ വന്നു, ഞാൻ കരയും. ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കരയുന്നത് റസൂൽ ചോദിക്കാൻ, ഉമർ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന കിസ്റ വ കൈസർ, കിസ്റയും കൈസറും കിസ്റയും കൈസറും റോമൻ ചക്രവർത്തിമാർ അവർ നല്ല സുഖലോലുപതയിൽ ജീവിക്കുമ്പോ ഞങ്ങളുടെ നേതാവ് വെറും പായയിൽ വന്ന റസൂലുള്ളാഹ്, താങ്കൾ അല്ലാഹുവിന്റെ റസൂലല്ലേ, എന്നിട്ടും വെറും പായയിൽ കിടക്കയില്ലേ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, അവർക്ക് ദുനിയാവും വലനൽ ആഖിറ, നമുക്ക് ആഖിറവും കിട്ടുന്നത് തൃപ്തിപ്പെടുന്നില്ലേ ഉമറേ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എത്രയോ ദിവസങ്ങളിൽ എൻ്റെ വീട്ടിൽ അടുപ്പിൽ തീ പുകഞ്ഞിരുന്നില്ല എന്ന് പറയുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നില്ല കിട്ടാൻ. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച്, ദാരിദ്ര്യം പ്രയാസം എല്ലാം അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. പക്ഷെ ഒരു ഓഫർ ഉണ്ട്, വല്ലാത്തൊരു ഓഫർ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യദ്ഖുലുൽ ഫുഖറാഉ വൽ ജന്നത ഖബ്ല അൽ അഗ്നിയാഇ ബി 500 ആം. പാവപ്പെട്ടവർക്ക് മുമ്പ് സ്വർഗ്ഗത്തിൽ കടക്കുന്നത്, പണക്കാർക്ക് മുമ്പ് സ്വർഗ്ഗത്തിൽ കടക്കുന്നത് പാവപ്പെട്ടവരാണ്. 500 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ സുഖ സൗകര്യങ്ങളിൽ നോക്കി നമ്മൾ നടുവീർപ്പിടുകയാണെങ്കിൽ അതുപോലെയൊക്കെ ആകണമെങ്കിൽ വിശുദ്ധ ഖുർആൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, താൽക്കാലികമായി കൊടുത്ത അവന്റെ സൗകര്യം, അവന്റെ സുഖം, ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട്, എന്തിനും പോകുന്ന ആളുകളുണ്ട്, സിബന്ധികളുണ്ട്, ഒക്കെ ഉണ്ട്, കരുതണ്ട. അത് എന്തിനാണ്? പരീക്ഷണത്തിന് വേണ്ടി കൊടുത്തതാണ്. ഇത് തന്നെയല്ലേ കാറൂന് കൊടുത്തത്? കാറൂന് പണക്കാരനെ നമ്മൾ ആളുകൾ പറഞ്ഞു, ഓ ഇവനെ പോലെ ആയെങ്കിലും. കാറൂന് അന്ന് കഠോരമായി ശിക്ഷിച്ചപ്പോ അതേ നാവ് കൊണ്ട് പറഞ്ഞ ആളുകൾ എന്താ പറഞ്ഞത്? അള്ളാഹു ഇവനെ പോലെ ഞങ്ങൾ ആക്കിയില്ലല്ലോ. എങ്ങനെ പണക്കാരനായി നടന്നപ്പോ കാറൂനെ പോലെ ഞങ്ങളായിരുന്നെങ്കിൽ ആഗ്രഹിച്ച ആളുകൾ കാറൂനെ അന്ന് നശിപ്പിച്ചപ്പോ അതേ നാവ് കൊണ്ട് ആളുകൾ തിരുത്തി പറഞ്ഞത് ഇവനെ പോലെ ഞങ്ങൾ ആക്കിയില്ലല്ലോ. അതാണ് അവസ്ഥ. അതുകൊണ്ട് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ഇത്രയേ ഉള്ളൂ. ദാരിദ്ര്യം കഷ്ടപ്പാട് മാറാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരൊറ്റ കാര്യം ചെയ്യണം. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊന്ന് വളരെ ശ്രദ്ധിച്ച് കേൾക്കട്ടെ. ഇവിടെ യബ്ന ആദം തഫറഗ ലിഇബാദത്തി, നമ്മൾ ഓടല്ലേ ഇന്നും എല്ലാ ദിവസവും നമ്മുടെ പകലിന്റെ എല്ലാ ഭൂരിഭാഗവും സമയവും നമ്മുടെ കുട്ടികൾക്ക് ഭാര്യയ്ക്ക് തിന്നാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കണം, അധ്വാനിക്കണല്ലേ. എനിക്ക് വേണ്ടി കുറച്ച് സമയം നീ ഒഴിഞ്ഞിരിക്കേ. ആര് പറയാ? അല്ലാഹു പറയും. നിനക്ക് ദാരിദ്ര്യമല്ലേ, കഷ്ടപ്പാടല്ലേ, ദുരിതമല്ലേ നീ പറയണ്ട. നിന്റെ മനസ്സ് നിറയെ നിനക്ക് ഞാൻ എന്ത് നൽകാം? സമ്പത്ത് നൽകാം. നിന്റെ ദാരിദ്ര്യം ഞാൻ മാറ്റിത്തരാം. അതിനാണല്ലോ നീ ഓടുന്നേ. അതിനു വേണ്ടിയാണല്ലോ ലോകത്ത് ഇങ്ങനെ ചുറ്റി നടക്കുന്നത്. നീ എന്തിന്? നിന്റെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷെ എനിക്ക് വേണ്ടി കുറച്ച് സമയം നീ കാത്തിരിക്കുക, എന്നാൽ നിന്റെ ദാരിദ്ര്യം ഞാൻ മാറ്റിത്തരാം. ഇല്ലെങ്കിൽ നിന്റെ മനസ്സിൽ ഇങ്ങനെ വെറുതെ ഞാൻ കുറെ ചിന്ത ഇങ്ങനെ ഇട്ടു തരും, നിന്റെ ദാരിദ്ര്യം ഞാൻ മാറ്റുകയുമില്ല എന്ന് അല്ലാഹു പറഞ്ഞു. അത് മനസ്സിലാക്കി. നിസ്കാരം കഴിഞ്ഞ് നമ്മൾ എത്ര പേരുണ്ട് ആ ദിക്റുകൾ അതുക്കാറുകളത് മനസ്സറിഞ്ഞിരുന്ന് ചൊല്ലി, ആ പറഞ്ഞതൊക്കെ ചൊല്ലി, ആ സൂറത്ത് 3 സൂറത്തുകൾ ഓതിയിട്ട് സമാധാനത്തോടെ എഴുന്നേക്കുന്നവർ എത്ര പേരുണ്ട്? സമയമുണ്ടോ നമുക്ക്? നമ്മൾ ഇതിന് സുബ്ഹാനല്ലാഹ് 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 ഇതല്ലേ
ഇങ്ങനല്ലേ സുബല്ല സുബല്ല എന്ത് സുബല്ല അല്ലേ? അൽഹംദുലില്ലാഹ് എന്ന് ഒരിക്കൽ പറയും, പിന്നെ അൽഹംദുലില്ലാഹ് 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 എത്ര വേഗത്തിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. പിന്നെ എങ്ങനെ നമ്മുടെ പ്രയാസം മാറ്റിത്തരിക, നമ്മുടെ ഇല്ലായ്മ എങ്ങനെ മാറ്റിത്തരിക? പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായി നമ്മൾ ആലോചിച്ച് നോക്കണം, വളരെ ഗൗരവമായി. അതുകൊണ്ട് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട രീതി ഒന്നേ ഉള്ളൂ, അത് റബ്ബിന് തൃപ്തിപ്പെട്ട ഒരു ജീവിതം നമ്മൾ നയിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹസൻ ബസരിയോട് ചോദിച്ചു, ദുനിയാവിലെ സൗഭാഗ്യം എന്ത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണ് ശ്രദ്ധിച്ച് കേൾക്കണേ. എനിക്കറിയാം, എനിക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടുന്നത് ഞാൻ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ എന്തറിയാം, എനിക്ക് അന്ന് നിശ്ചയിച്ച ഒരു സമ്പത്ത് ഒരാളും തട്ടിയെടുക്കൂല. ഞാനൊരു ഷോപ്പ് തുടങ്ങി, ആ ഷോപ്പിന്റെ അടുത്ത് മറ്റൊരുത്തൻ അതേ ഷോപ്പ് തുടങ്ങുമ്പോ എന്റെ ചിന്ത എന്താ, എന്റെ കഞ്ഞിലവും പാറ്റിട്ട് അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് വിഷയം. എനിക്ക് തന്ന റിസ്ക് ഞാനല്ലാതെ ഒരാളും തട്ടിയെടുക്കൂല എന്നൊരു ഉറച്ച വിശ്വാസം നിനക്കുണ്ടോ? അങ്ങനെ ചിന്തിക്കുമ്പോ മനസ്സിൽ വരാത്തൊരു സമാധാനം, വല്ലാത്തൊരു സമാധാനം. അങ്ങനെയുണ്ടോ? സമാധാനപ്പെടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അല്ലേ? രണ്ടാമതായി നമ്മൾ ചിന്തിക്കേണ്ടത്, എന്റെ പണി വേറൊരാൾക്ക് കൊടുക്കാൻ കഴിയില്ല, എന്റെ പണി ഞാൻ തന്നെ എടുക്കണം. ഇത് രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാം ശരി. അങ്ങനെ റബ്ബ് തന്നെ നമുക്ക് തൃപ്തിപ്പെടാൻ സാധിക്കും. അപ്പൊ യഥാർത്ഥ സൗഭാഗ്യവാൻ ആരാ? അത് മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞ അല്ലാഹ് എല്ലാവർക്കും ധനം ഒരുപോലെ കൊടുക്കില്ല. അല്ലാഹ് പറഞ്ഞു, എല്ലാവർക്കും അല്ലാഹു ധനം ഇങ്ങനെ ഒരുപോലെ കൊടുത്താൽ ഭൂമിയിൽ അവർ കുഴപ്പമുണ്ടാക്കും. നമ്മളെ പറ്റി അല്ലാഹ് പറഞ്ഞതാ, കുഴപ്പമുണ്ടാക്കും എന്നാ പറഞ്ഞത്. ഒരാൾക്ക് യുനസ്സിലിന് കദരിമായശ, എന്നാൽ ചില ആളുകൾക്ക് ആവശ്യത്തിനനുസരിച്ച് അല്ലാഹ് കൊടുക്കുന്നത്. ചിലർക്ക് ആവശ്യത്തിന്, ചിലർക്ക് ഞെരുക്കും, ചിലർക്ക് ഞെരുക്കമുണ്ടാക്കും, ചിലർക്ക് വയബുസുത്തു, വിശാലമായി സമ്പത്ത് നൽകും. ഇവരുടെയൊക്കെയും എന്തൊരു സമ്പത്ത് കൊണ്ട് ചെയ്യുന്നൊക്കെ റബ്ബിന് നേരത്തെ അറിയുന്ന റബ്ബ് അതനുസരിച്ച് ചെയ്യൂ. അല്ലാഹു അവന്റെ ദാസന്മാരെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ്. അതുകൊണ്ട് ആ നിലക്ക് തന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ടെങ്കിലും റബ്ബ് തന്നതല്ലാതെ എനിക്ക് വിധിച്ചതാണ് എന്ന സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഇത്തഖുല്ലാഹ ഇബാദ. മഹത്തായ റമളാൻ മാസത്തിനോടനുബന്ധിച്ചിട്ടുള്ള റജബ് മാസത്തിലാണ് നമ്മൾ. റജബ് 12. അല്ലാഹു സൂറത്ത് തൗബയിൽ പറഞ്ഞ ആകാശ ഭൂമികളെ സൃഷ്ടിച്ച കാര്യം പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞു, ആ അന്ന് മുതൽ 12 ശഹ്റൻ 12 മാസമാണ് ഒരു വർഷം. അതിൽ അർബഅത്തുൽ ഹുറും 4 പവിത്ര മാസങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ യുദ്ധം നിഷിദ്ധമായ മാസം. അതിന് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, പിന്നെ 4-മതായി റജബ അല്ലേ? അവിടെ ഈ ഒരു മാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിലെ അവസ്ഥ ആലോചിച്ച് നോക്കും. ഇപ്പൊ റജബ് പിറന്നാൽ തന്നെ നിങ്ങൾ നോക്ക്, സോഷ്യൽ മീഡിയകളിലൊക്കെ വല്ലാതെ ഇതെല്ലാം ദീനിന്റെ പേരിലാണ് പറയുന്നത്. ആലോചിച്ച് നോക്കുന്നത്. ഒന്നാമത്തെ റജബിന്റെ ആദ്യ ദിവസം ഇന്ന ദുആ, രണ്ടാമത്തെ ദിവസം ഇന്ന ദുആ. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടല്ലേ ചെയ്യുന്നത്? ഷെയർ ചെയ്യുക, ഷെയർ ചെയ്യുക. അത് റസൂൽ പറഞ്ഞതാണെന്ന് അറിയില്ല. ആ ഷെയർ പോവും, ഷെയർ ബട്ടൺ ഞെക്കിയിട്ട് അത് എത്ര പേരത് കാണുന്നുണ്ട്, എത്ര പേരത് സ്വീകരിച്ചത് അവർ ചെയ്യുമ്പോൾ എത്ര ഗുജറാത്തിന്റെ ശിക്ഷ കിട്ടും അല്ലേ? റസൂൽ പഠിപ്പിക്കാത്തൊരു കാര്യം, റസൂൽ പഠിപ്പിക്കാത്തൊരു കാര്യം. ഓരോ വിദഅത്തും പുതിയത് കടത്തിക്കൊണ്ടുവരാണ്. ദീനിൽ ഓരോ വർഷവും ഇക്കൊല്ലം ഇല്ലാത്ത അടുത്ത കൊല്ലം ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് എവിടെ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ അതിങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. എവിടെ പറഞ്ഞു? ഇല്ല, അറിയില്ല, ആർക്കും അറിയില്ല. ആലോചിച്ച് നോക്ക്. വിദഅത്തുകൾ ഒരുപാടുള്ള ഒരു മാസമാണിത്. വിദഅത്തുകൾ ഒരുപാട് മാസങ്ങൾ. ഇവിടെ ഹാഫിദ് ഇബ്നു ഹജർ കേട്ടിട്ടുണ്ടോ? 7-ാം നൂറ്റാണ്ടുകാരനാണ് ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ്, ശാഫിഈ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ തബീനുൽ അജബി ബിമാ വറദ ഫീ ഫദ്ൽ റജബ്, റജബ് മാസവുമായി ബന്ധപ്പെട്ട് അതിന്റെ ശ്രേഷ്ഠവുമായി വിവരിക്കുന്ന കാര്യങ്ങളിൽ അത്ഭുതം പ്രകടിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം. എങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നോക്ക്, അതിൽ അത്ഭുതം പ്രകടിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥം അദ്ദേഹം പരിശോധിച്ചിട്ട് അതിൽ വന്നതെല്ലാം ഇതൊന്നും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ അല്ലേ? ഒരുപാട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകളും ഇവർ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്ക് അത്രയേ ഉള്ളൂ, ലം യരിദ് ഫീ ഫദ്ലി ശഹ്രി റജബ്. റജബ് മാസത്തിൽ പ്രത്യേകമായി മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഒരു പ്രത്യേകതയും ഇതിലില്ല.
റജബിൽ. വലാഫി സിയാമി റജബിലുള്ള നോമ്പ് എന്ന് പറയുന്നത് അതിനും വലിയ പ്രത്യേകത. വലാഫി സിയാമിൻ ഷൈഉം മിൻഹു മുഅയ്യൻ, അതിന് പ്രത്യേക ചില ദിവസങ്ങളുടെ നോമ്പും. വലാഫി ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി, ആ റജബ് മാസത്തിലുള്ള പ്രത്യേക രാത്രി നമസ്കാരവും. ഹദീസുൻ സ്വഹീഹുൻ യസ്ലഹു ലിൽ ഹുജ്ജ, തെളിവിന് സ്വീകരിക്കാൻ പറ്റിയ ഒരൊറ്റ ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടില്ല. അതുപോലെ നിസ്കാരമുണ്ട് ഇല്ലേ, ഈ മാസം തുടങ്ങിയാൽ പ്രത്യേക നമസ്കാരങ്ങളുണ്ട്. സലാത്തുർ റഗായിബ്, ആഗ്രഹ സഫലീകരണ നമസ്കാരം ചില പള്ളികളിലൊക്കെ ഉള്ളത്, പ്രത്യേക നമസ്കാരമായിട്ടത് ചെയ്യുന്നുണ്ട്. അവിടെ പറഞ്ഞൊരു വാക്ക് വലിയൊരു ഗൗരവമുണ്ട്. ഇബ്നുൽ ജൗസി പറഞ്ഞത്, ചില ആളുകളുണ്ട് അവര് ജമാഅത്തിന് ജമാഅത്തിന് പങ്കെടുക്കാത്ത ആളുകൾ വരെ ഈ നിസ്കാരത്തിന് പങ്കെടുക്കും. വിദേഹത്ത് ചെയ്യാൻ വേണ്ടി ആളുകൾ ചെയ്യുന്നതാണ്. അതുപോലെ റജബിൽ ഇല്ലാത്ത മിഅ്റാജിന്റെ നോമ്പ് 27, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മിഅ്റാജ് ഉണ്ടായി, ഇസ്റാ ഉണ്ടായി എന്നത് ഹഖാണ്. പക്ഷെ അത് ഇന്ന ദിവസം ഇന്ന മാസവും എവിടെയും നിർണ്ണയിട്ടില്ല, വ്യക്തമായി വന്നിട്ടില്ല. എന്നിട്ട് അതിന്റെ പേര് റസൂൽ പഠിപ്പിക്കാതെ മിഅ്റാജിന്റെ നോമ്പ് അത് പിടിക്കുന്ന ആളുകൾ. അതേപോലെ തന്നെ റജബിൽ മാത്രം ഉംറ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണാം ഉംറ പുറപ്പെടുന്നത് റജബിൽ മാത്രമായിട്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റജബിൽ ഒരു ഉംറ ചെയ്തിട്ടുണ്ട്. അതിൽ ആ മാസത്തിന് പ്രത്യേകത എന്തായിട്ടൊന്നല്ല, വേറെയും മാസങ്ങളിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി 4 ഉംറ ചെയ്തു എന്ന ഹദീസിലുണ്ട്. ഇത് റജബ് പ്രത്യേകമായി മാറ്റിയിട്ട് അതിനുവേണ്ടി ഉംറയ്ക്ക് പുറപ്പെടുന്ന സ്ഥിതി, അങ്ങനെ ഒരുപാട് ബിദ്അത്തുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ഫീ റമളാൻ, അതും ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഗ്രന്ഥത്തിൽ അതിന്റെ സനദ് കൃത്യമായി മനസ്സിലാക്കുന്നത് അതൊക്കെ ബിദ്അത്തുകളാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് സാധാരണയിൽ കവിഞ്ഞ പ്രത്യേക നോമ്പോ ഒരു പ്രത്യേക ആരാധനയോ റജബിലില്ല. എന്നാൽ ഷഅബാനിലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാന്റെ ഭൂരിഭാഗവും ദിവസവും റസൂൽ നോമ്പെടുത്തിരുന്ന ഹദീസിലുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കി സുന്നത്തിലേക്ക് മടങ്ങാൻ ബിദ്അത്ത് വെടിയാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് പിഴവുകൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സത്യം മനസ്സിലാക്കിയതിലേക്ക് എത്ര തന്നെ പ്രയാസങ്ങളുണ്ടെങ്കിലും അതിലേക്ക് മടങ്ങാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار وادخلنا الجنة مع الأبرار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.